നമസ്കാരം. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ച് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയും സമീപ പ്രദേശങ്ങളും. യുക്രൈൻ നടത്തിയ വലിയ ഡ്രോൺ ആക്രമണത്തിൽ മോസ്കോയ്ക്ക് സമീപമുള്ള വെയർഹൌസിന് തീപിടിക്കുകയും രാത്രിയിൽ വിവിധ ഭാഗങ്ങളിലായി 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. മോസ്കോയിലെ പെഡോൾസ്കിലുള്ള പ്രശസ്ത കൊമേഴ്സ് സ്ഥാപനമായ വൈൽഡ് ബെറീസ് ലോജിസ്റ്റിക്സിന്റെ ഗോഡൌണിലാണ് വൻ തീപിടുത്തമുണ്ടായത്. ഗോഡൌണിൽ നിന്നുയർന്ന പുക നഗരത്തിലാകെ വ്യാപിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ റോസോവ് മേഖലയിൽ 5 പേരും മോസ്കോയിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. ദോമോദനോവയിലെ ഒരു മരുന്ന് നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിലും വെസ്ക്രൻസ്കിലെ വ്യവസായ കേന്ദ്രത്തിലും വ്യോമാക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 822 യുക്രൈൻ ഡ്രോണുകളാണ് ആക്രമണത്തിനിടെ വെടിവെച്ചിട്ടത്. മോസ്കോ മേഖലയിലേക്ക് മാത്രം 600 ഡ്രോണുകൾ എത്തിയതായും അതിൽ 201 എണ്ണം തകർത്തതായും മോസ്കോ മേയർ സെർജി സോബിയാൻ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിനിടെ മോസ്കോയ്ക്ക് നേരെയുണ്ടായ ഏറ്റവും വലിയ വ്യോമാക്രമണമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോസ്കോയുടെ തെക്ക് ഭാഗത്തുള്ള പെഡോൾസ്കിലെ വൈൽഡ് ബെറീസ് വെയർഹൌസിനാണ് വലിയ തീപിടുത്തമുണ്ടായത്. ഏകദേശം 2 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ വലിയ ഭാഗം തീയിൽ കത്തി നശിച്ചു. ആകാശത്തെ ഉയർന്ന കറുത്ത പുക കെട്ടിടത്തെ വിഴുങ്ങിയും തീജ്വാലകൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പിന്നീട് 24 മണിക്കൂറിനിടെ 9 ക്രൂയിസ് മിസൈലുകളും 1478 ഡ്രോണുകളും തകർത്തതായി അവകാശപ്പെട്ടു. എന്നാൽ ഈ കണക്കുകൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. റഷ്യൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യുക്രൈൻ ദീർഘദൂര ഡ്രോൺ മിസൈൽ ശേഷി അതിവേഗം വികസിപ്പിച്ചു വരികയാണ്. റഷ്യൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 2400 കിലോമീറ്റർ അകലെയുള്ള വെയർഹൌസുകൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, തുറമുഖങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ വരെ ആക്രമിക്കാൻ കഴിയുന്ന ശേഷിയാണ് നിലവിൽ യുക്രൈന്റെ പക്കലുണ്ട്. അതേസമയം യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ റഷ്യൻ ഡ്രോണുകൾക്കെതിരെയും ശക്തമായ തിരിച്ചടിയുണ്ടായി. യുക്രൈൻ അതിർത്തിയോട് ചേർന്ന റഷ്യയിലെ റോസ്റ്റോവ് മേഖലയിൽ 5 പേർ കൊല്ലപ്പെട്ടതായും ഇതിനിടയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മേഖലയിലെത്തിയ 150 ഡ്രോണുകൾ നശിപ്പിച്ചതായും ഗവർണർ അറിയിച്ചു. റഷ്യൻ ആക്രമണങ്ങളിൽ യുക്രൈനിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. മധ്യ യുക്രൈനിലെ ക്രെവി റിഹിൽ 2 പേർ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. സുമി മേഖലയിലും മറ്റ് പ്രദേശങ്ങളിലുമായി റഷ്യൻ ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടു. പുലർച്ചെ കീവിന് സമീപമുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടാകുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ റൊമാനിയൻ വ്യോമാതിർത്തി ലംഘിച്ച റഷ്യൻ ഡ്രോൺ എന്ന് കരുതുന്ന ഒരു ഡ്രോൺ നാറ്റോ പെട്രോളിംഗ് ദൗത്യത്തിലുണ്ടായിരുന്ന സ്പാനിഷ് F-18 യുദ്ധവിമാനം വെടിവെച്ചിട്ടു. പുലർച്ചെ 5 മണിയോടെയാണ് ഡ്രോൺ റൊമാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത്. ഡ്രോൺ റഷ്യയുടേതാണെന്നാണ് കരുതുന്നതെന്ന് നാറ്റോ സൈനിക വക്താവ് അറിയിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി റഷ്യ സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളിൽ ലക്ഷ്യമിടുകയാണെന്ന് ആരോപിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ റഷ്യ 1550-ലധികം ആക്രമണ ഡ്രോണുകളും 1560ഓളം ഗൈഡഡ് ഏരിയൽ ബോംബുകളും 62 മിസൈലുകളും യുക്രൈനിലെ വിവിധ നഗരങ്ങൾക്കും പ്രദേശങ്ങൾക്കും നേരെ പ്രയോഗിച്ചതായി സെലൻസ്കി ആരോപിച്ചു. വേഗത കുറഞ്ഞ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിൽ യുക്രൈൻ മുന്നേറുന്നുണ്ടെങ്കിലും ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനുള്ള ശേഷി ഇപ്പോഴും പരിമിതമാണ്. അമേരിക്കൻ നിർമ്മിത പേട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ലഭ്യത കുറഞ്ഞതോടെ റഷ്യയുടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ചേർക്കുന്നത് യുക്രൈനും കൂടുതൽ വെല്ലുവിളിയായിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും പരസ്പരം ദീർഘദൂര ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിനിടെ ഇരു രാജ്യങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. റഷ്യയുടെ ദീർഘദൂര ആക്രമണ ശേഷിയോട് കൂടുതൽ അടുത്തെത്തുന്ന രീതിയിൽ യുക്രൈന്റെ ഡ്രോൺ ശേഷി വളരുന്നതിന്റെ സൂചനയായിട്ട് കൂടിയാണ് പുതിയ ആക്രമണത്തെ വിലയിരുത്തുന്നത്. ദീർഘദൂര ഡ്രോൺ മിസൈൽ ശേഷി വികസിപ്പിച്ച് യുക്രൈൻ റഷ്യയുടെ സൈനിക സാമ്പത്തിക കേന്ദ്രങ്ങളെ കൂടിയാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്.